അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടമായി നാടുകടത്തിയതിന് പിന്നാലെ UK സർക്കാരും പണി തുടങ്ങി. UK-യിൽ നിയമവിരുദ്ധ ജോലികൾ തടയുന്നതിനുള്ള വ്യാപകമായ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ മാസം ജനുവരിയിൽ നൂറുകണക്കിന് കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി സർക്കാർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാപകമായി നടത്തിയ 828 പരിശോധനകളിൽ നിന്ന് 609 അറസ്റ്റുകൾ രേഖപ്പെടുത്തിയതായാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീമുകൾ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പ്രവർത്തനം നടത്തിയതായും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയതെന്നും UK-യിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ UK ഈ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയെങ്കിലും എത്ര പേരെ അറസ്റ്റ് ചെയ്തു നീക്കി എന്ന കണക്കുകൾ ഇപ്പോഴാണ് സർക്കാർ പുറത്തുവിടുന്നത്. അതേസമയം അനധികൃത കുടിയേറ്റം തടയുന്നതിനും കള്ളക്കടത്ത് ശൃംഖലകൾ തകർക്കുന്നതിനുമുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. UK ഹോം ഓഫീസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം UK-യിൽ ഉടനീളമുള്ള 828 സ്ഥലങ്ങളിലാണ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീമുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്തിയത്. അതിൽ നെയിൽ ബാറുകൾ, കൺവീനിയൻസ് സ്റ്റോറുകൾ, റെസ്റ്റോറന്റുകൾ, കാർ വാഷുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവിടെ നിന്നാണ് കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തത്. കൂടാതെ കഴിഞ്ഞ വർഷത്തെ ജനുവരിയുമായി ഈ മാസം താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ 48% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ പരിശോധനകൾക്ക് പുറമെ അറസ്റ്റുകളും 609 എണ്ണമായി ഉയർന്നു. 2022 ജനുവരിയിൽ നടത്തിയ 352 അറസ്റ്റുകളിൽ നിന്ന് 73% വർധനവാണ് ഇത്തവണ ഉണ്ടായത്. അതേസമയം നിയമവിരുദ്ധമായ തൊഴിൽ സന്ദർശനങ്ങളുടെയും അറസ്റ്റുകളുടെയും വർധനവ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വരും വർഷങ്ങളിലും ഇത് പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തിലാണ് ഈ കടുത്ത നടപടികളിലേക്ക് UK സർക്കാർ നീങ്ങിയത്. 2022 ജൂലൈ മുതൽ 2023 ജനുവരി വരെ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ നിയമവിരുദ്ധമായ തൊഴിൽ സന്ദർശനങ്ങളുടെയും അറസ്റ്റുകളുടെയും എണ്ണം ഏകദേശം 38% വർദ്ധിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ഹോം ഓഫീസ് തൊഴിലുടമകൾക്ക് 1090 സിവിൽ പെനാൽറ്റി നോട്ടീസുകളും കൈമാറിയിട്ടുണ്ട്. കൂടാതെ നിയമവിരുദ്ധ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ബാധ്യതയുള്ള തൊഴിലുടമകൾക്ക് ഓരോ തൊഴിലാളിക്കും 60,000 പൗണ്ട് വരെ പിഴയും ചുമത്തും. കൂടാതെ ഉയർന്നുവരുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ എല്ലാ പദ്ധതികളും തകർക്കാൻ സർക്കാർ മറ്റ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന ചില ആശങ്കകൾ നിലനിൽക്കുന്നതായ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അനധികൃത ജോലിയുടെ പ്രശ്നം പരിഹരിക്കാൻ UK സർക്കാർ ദൃഢനിശ്ചയം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്നത്. ഇത് പലപ്പോഴും കള്ളക്കടത്ത് സംഘങ്ങളുമായും അപകടകരമായ കുടിയേറ്റ മാർഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നും വ്യക്തമാക്കുന്നു. ഒപ്പം UK-യിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന നിരവധി വ്യക്തികൾക്ക് രാജ്യത്ത് ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള കഴിവിനെക്കുറിച്ചും വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും മോശം തൊഴിൽ സാഹചര്യങ്ങൾ, കുറഞ്ഞ വേതനം, തൊഴിൽ സുരക്ഷ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന തൊഴിലുടമകളാണ് ഈ നിയമവിരുദ്ധ തൊഴിലാളികളെ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നതെന്നാണ് ഹോം ഓഫീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ വളരെ കാലമായി തൊഴിലുടമകൾ അനധികൃത കുടിയേറ്റക്കാരെ ഏറ്റെടുക്കാനും ഒപ്പം തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നതായും കൂടാതെ നിരവധി ആളുകൾക്ക് നിയമവിരുദ്ധമായി എത്തി ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നതായും ഈ സംഭവത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഒരു സംഭവത്തെ ഇതൊരു ചെറിയ ബോട്ടിൽ കടൽ മുറിച്ചു കടന്ന് ജീവൻ അപകടത്തിലാക്കുന്നുള്ള അപകടകരമായ ഒരു ആകർഷണം സൃഷ്ടിക്കുക മാത്രമല്ല, ദുർബലരായ ആളുകളെയും കുടിയേറ്റ സംവിധാനത്തെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും ദുരുപയോഗം ചെയ്യുന്നതിന് കാരണമാകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം എൻഫോഴ്സ്മെന്റ് നടപടികൾക്ക് പുറമെ ദുർബലരായ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി ഗ്യാങ് മാസ്റ്റേഴ്സ് ആൻഡ് ലേബൽ അബ്യൂസ് അതോറിറ്റി അതായത് GLAA പോലുള്ള സംഘടനകളുമായി ഹോം ഓഫീസ് അടുത്ത് പ്രവർത്തിക്കുന്നതായും വ്യക്തമാണ്. ഈ തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റ് കംപ്ലയിന്റ്സ് ക്രൈം ഡയറക്ടർ എഡി മോംഗോമറി ഇക്കാര്യം വ്യക്തമാക്കി. കൂടാതെ നിയമവിരുദ്ധ ജോലികളിൽ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് UK മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ഇതുവഴി പുതിയ അധികാരങ്ങൾക്കായുള്ള പദ്ധതികളും തീവ്രവാദ വിരുദ്ധ നടപടികൾ ഉൾപ്പെടെയുള്ള കൂടുതൽ നിയമനിർമ്മാണങ്ങളും നടപ്പിലാക്കുന്നതിലൂടെ നിയമവിരുദ്ധ കുടിയേറ്റ ശൃംഖലകളെ തകർക്കാനും ക്രമരഹിതമായ കുടിയേറ്റത്തിന് സൗകര്യമൊരുക്കുന്ന ക്രിമിനൽ സംഘടനകളെ തകർക്കാനും UK ശ്രമിക്കുന്നു.